നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് തിരുത്തുകയും ചെയ്യുന്ന യു ടേൺ നയമാണ് സംസ്ഥാന സർക്കാരിനെന്ന് മുൻ മന്ത്രി VN വാസവൻ. മെഡിക്കൽ കോളേജുകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം അപ്രായോഗികമെന്നും വാസവൻ. കൂരാപ്പടയിൽ കീടനാശിനി കഴിച്ച ഗൃഹനാഥനും മരിച്ചു. ശനിയാഴ്ച ഭാര്യയും മകളും മരിച്ചു. മകൻ അതീവ ഗുരുതരാവസ്ഥയിൽ. സാമ്പത്തിക ബാധ്യതയെന്ന് സൂചന. വിശുദ്ധിയുടെ നിറവിൽ ഭരണങ്ങാനം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് കൊടിയേറി. പ്രധാന തിരുനാൾ ഈ മാസം 28-ന്. കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു. റബ്ബറിന് താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വാർത്തകൾ വിശദമായി. മെഡിക്കൽ കോളേജ് വളപ്പിൽ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തിലെ സംസ്ഥാന സർക്കാരിന്റെ യു ടേൺ നിലപാടുകളെ വിമർശിച്ച് മുൻ മന്ത്രി VN വാസവൻ. മെഡിക്കൽ കോളേജുകളിൽ ആശുപത്രി അധികൃതർ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പുതിയ നിർദ്ദേശം അപ്രായോഗികവും അശാസ്ത്രീയവുമാണെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജ് വളപ്പിൽ സന്നദ്ധ സംഘടനകൾ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയും പിന്നീട് തിരുത്തുകയും ചെയ്യുന്ന സർക്കാരിന്റെ യു ടേൺ നിലപാടുകളെ വിമർശിച്ച് മുൻ മന്ത്രി VN വാസവൻ. തീരുമാനം പ്രഖ്യാപിച്ച ശേഷം അതിനെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ അങ്ങനെയല്ല പറഞ്ഞത് എന്ന് തിരുത്തി പറയുന്ന നിലപാടാണ് സർക്കാരും ആരോഗ്യമന്ത്രിയും തുടക്കം മുതൽ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മെഡിക്കൽ കോളേജുകളിൽ ആശുപത്രി അധികൃതർ തന്നെ കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പുതിയ നിർദ്ദേശം തികച്ചും അപ്രായോഗികവും അശാസ്ത്രീയവുമാണ് എന്നും VN വാസവൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലോ സർക്കാർ ആശുപത്രി എത്തിക്കുമ്പോൾ പൊതി മാത്രമല്ല, നമുക്ക് ആവശ്യത്തിനുണ്ടോ 2, 3, 4 ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ പട്ടിണി കിടക്കാതെ പോകുന്ന ഒരു സാഹചര്യം പൊതുവിൽ നാട്ടുപ്രദേശത്തെ നഗരപ്രദേശത്തിലെ ജനങ്ങളിൽ നിന്ന് സമാഹരിച്ചു കൊണ്ടിരുന്ന ചോറ് നാട്ടിലാകെ വലിയ രൂപത്തിൽ ആശ്വാസം പോരുന്നൊരു പ്രവർത്തനം എന്ന രൂപത്തിൽ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് തുരങ്കം വയ്ക്കുന്ന രൂപത്തിലേക്കുള്ളൊരു പ്രഖ്യാപനം നടത്തുക, അതിന് നിരോധനത്തിൻ്റെ ഉത്തരവ് വരിക, കുറച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഇങ്ങനെയാണ് പറഞ്ഞത് രൂപത്തിലേക്ക് വരിക. ഒരു യു ടേൺ ഗവൺമെന്റാണ് ആദ്യം മുതൽ ഈ ഗവൺമെന്റ് നമ്മൾ കണ്ടു. അത് എല്ലാ വകുപ്പിലും ഇതുപോലെ തന്നെ വന്നു. ഡിവൈഎഫ്ഐ, അഭയം ചാരിറ്റബിൾ സൊസൈറ്റി, നവജീവൻ, എന്റെ ഗ്രാമം സൊസൈറ്റി തുടങ്ങി നിരവധി ചാരിറ്റബിൾ സംഘടനകൾ യാതൊരു ലാഭേച്ഛയുമില്ലാതെയാണ് ഇവിടെ സൗജന്യ ഭക്ഷണം എത്തിക്കുന്നത്. വിതരണം ചെയ്യുന്നവരുടെ ബോർഡുകൾ വെച്ച് കൃത്യമായ മേൽനോട്ടത്തിൽ ഭക്ഷണം നൽകുന്നത് പിഴവുകൾ കണ്ടുപിടിക്കാനും തിരുത്താനും സഹായിക്കും. മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽ പോലും ഇത്തരത്തിൽ ബോർഡ് വെച്ച് സംഘടനകൾ ഭക്ഷണം നൽകുന്നുണ്ട്. കോവിഡ് ലോക്ക്ഡൌൺ കാലഘട്ടങ്ങളിൽ പണമുണ്ടെങ്കിൽ പോലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയുണ്ടായപ്പോൾ ജില്ലാ കളക്ടറുടെയും ആശുപത്രി സൂപ്രണ്ടിന്റെയും അഭ്യർത്ഥന മാനിച്ചാണ് അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഹോട്ടൽ വാടകയ്ക്കെടുത്ത് പ്രതിദിനം 3 നേരം സൗജന്യ ഭക്ഷണം നൽകിയത്. 1.5 വർഷത്തോളം നീണ്ട പ്രവർത്തനത്തിലൂടെ 15 ലക്ഷത്തോളം ഭക്ഷണ പൊതികളാണ് വിതരണം ചെയ്തതെന്നും ഇത്തരത്തിലുള്ള മാതൃകാപരമായ സന്നദ്ധ പ്രവർത്തനങ്ങളെ തടയുന്ന നിലപാടിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും VN വാസവൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കൂരാപ്പടയിൽ 4-അംഗ കുടുംബം കളനാശിനി കഴിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥനും മരിച്ചു. കൂരാപ്പട മറ്റപ്പള്ളി ചിറപ്പുറത്ത് തോമസ് എബ്രഹാമാണ് മരിച്ചത്. ശനിയാഴ്ച എബ്രഹാമിന്റെ ഭാര്യയും മൂത്ത മകളും മരിച്ചിരുന്നു. മകൻ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകളെ തുടർന്നാണ് കുടുംബം ജീവനൊടുക്കിയതെന്നാണ് സൂചന. ഭരണങ്ങാനത്തിന് ഇനി ആത്മീയതയുടെ ആഘോഷം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് കൊടിയേറി. ഈ മാസം 28-നാണ് പ്രധാന തിരുനാൾ. വിശുദ്ധിയുടെ പരിമളം വരുത്തുന്ന ഭരണങ്ങാനത്തിന് ഇനി ആത്മീയതയുടെ ആഘോഷദിനങ്ങൾ. ഭാരതത്തിന്റെ ആദ്യ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് തീർത്ഥാടന കേന്ദ്രത്തിൽ കൊടിയേറി. ബിഷപ്പ് എമിരിറ്റ്സ് മാർ ജോസഫ് പുള്ളിക്കാപ്പറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് സന്ദേശം നൽകി. മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, തീർത്ഥാടന കേന്ദ്രം ഫാദർ ഡോക്ടർ ആഗസ്റ്റിൻ പാലക്കപ്പറമ്പിൽ, ഭരണങ്ങാനം ഭരണപ്പള്ളി വികാരി ഫാദർ സഖറിയാസ് അട്ടപ്പാട്ട്, അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു കുറ്റിയാനിക്കൽ, വൈസ് ഡോക്ടർമാർ, സ്പിരിച്വൽ ഡയറക്ടേഴ്സ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. തിരുനാൾ ദിനങ്ങളിൽ വിവിധ രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. 28-നാണ് പ്രധാന തിരുനാൾ. ഇന്നു മുതൽ 26 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 5-ന്റെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ജപമാല പ്രദക്ഷിണം ഉണ്ടായിരിക്കും. 27-ന് വൈകുന്നേരം ദേവാലയത്തിൽ നിന്നും അൽഫോൻസാമയുടെ മഠത്തിലേക്ക് ജപമാല പ്രദക്ഷിണം നടക്കും. പ്രധാന ദിവസമായ 28-ന് രാവിലെ 7-ന് മാർ ജോസഫ് പുള്ളിക്കാപ്പറമ്പിൽ നേർച്ചയപ്പം വെഞ്ചരിപ്പ് നിർവഹിക്കും. 10:30-ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. 12:30-ന് പ്രദക്ഷിണം. തിരുനാൾ ദിനങ്ങളിൽ പുലർച്ചെ 5:30 മുതൽ രാത്രി 7 വരെ ദേവാലയത്തിൽ തുടർച്ചയായ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. 24 മണിക്കൂറും കബറട സന്ദർശിച്ച് പ്രാർത്ഥിക്കാനും അവസരമുണ്ട്.
ന്യൂസ് ബ്യൂറോ പാല. കടുത്തുരുത്തിയിലെ ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്ത വേളയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു. ITC ജംഗ്ഷനിൽ നാടമുറിച്ച് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി വി ഡി സതീശനും മറ്റ് വിശിഷ്ടാതിഥികളും ബൈപ്പാസ് റോഡിലൂടെ റോഡ് ഷോയായാണ് സമ്മേളന വേദിയിൽ എത്തിയത്. കടുത്തുരുത്തി ITC ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ബ്ലോക്ക് ജംഗ്ഷൻ അവസാനിക്കുന്ന ബൈപ്പാസിന് 1.5 കിലോമീറ്റർ ദൈർഘ്യമാണുള്ളത്. 32 കോടി രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച റോഡിൽ കടുത്തുരുത്തി വലിയ തോടിന് കുറുകെയും ചുള്ളിത്തോടിന് കുറുകെയും 2 പാലങ്ങൾ, കാൽനട യാത്രക്കാർക്കായി മേൽപ്പാലം എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. ഈ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴ്ത്തരുതെന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. റബ്ബറിന് 250 രൂപയാക്കിയിട്ടുള്ളൂ, 300 രൂപയാക്കും, സംശയമൊന്നും വേണ്ട. അതടക്കം അത് നമ്മൾ പറഞ്ഞ വാക്കാണ്. നമ്മൾ കൂട്ടുമെന്ന് പറഞ്ഞാൽ കൂട്ടും. ആദ്യത്തെ ഇതിൽ തന്നെ ബഡ്ജറ്റിൽ തന്നെ നമ്മൾ പ്രഖ്യാപിച്ചല്ലോ, അടുത്തത് കൂട്ടും ഉറപ്പായി. എൻ്റെ കണ്ണീര് ഈ ഭൂമിയിൽ കർഷകന്റെ കണ്ണീര് വീഴാൻ അനുവദിക്കില്ല എന്നാണ് സർക്കാരിന്റെ അതിശക്തമായ നിലപാട്. കർഷകരോടൊപ്പം ഉണ്ടാകും, ജനങ്ങളോടൊപ്പം ഉണ്ടാകും, സാധാരണക്കാരോടൊപ്പം ഉണ്ടാകും. അവരുടെ അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കാനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് അധ്യക്ഷനായി. ഫ്രാൻസിസ് ജോർജ് MP മുഖ്യപ്രഭാഷണം നടത്തി. ബൈപ്പാസിന് സ്ഥലം വിട്ടു നൽകിയവരെ പ്രതിനിധീകരിച്ച് സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളി വികാരി ഫാദർ ജോൺ പള്ളിത്തോട്ടം, സെന്റ് മേരീസ് ഫൊറോന വലിയ പള്ളി വികാരി ഫാദർ ജോൺസൺ നീലനിരപ്പേൽ, SNDP യോഗം കടുത്തുരുത്തി യൂണിയൻ പ്രസിഡന്റ് പ്രസാദ് ആര്യശ്ശേരിൽ എന്നിവരെയും ബൈപ്പാസ് നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരൻ സജീവ മാത്യുവിനെയും മുഖ്യമന്ത്രി ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ്, ജില്ലാ കളക്ടർ ചേതൻ കുമാർ മീണ, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് ഐക്കോദയം NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ എൻഡോമെന്റ് വിതരണം ചെയ്തു. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി മുഖ്യപ്രഭാഷകനായി. ചിറക്കടവ് മുട്ടത്തുകവല ഐക്യോദയം NSS കരയോഗത്തിന് നേതൃത്വത്തിൽ നൽകി വരുന്ന കനക ജൂബിലി സ്മാരക എൻഡോമെന്റുകളുടെയും വിവിധ വ്യക്തികളുടെ സ്മരണയ്ക്കായി കുടുംബങ്ങൾ ഏർപ്പെടുത്തിയ എൻഡോമെന്റുകളുടെയും വിതരണം നടന്നു. ഐക്യോദയം NSS കരയോഗം പ്രസിഡന്റ് TV മുരളീധരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MS മോഹൻ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി MLA പ്രൊഫസർ റോണി കെ ബേബി മുഖ്യപ്രഭാഷണം നടത്തി. ജാതി വ്യവസ്ഥയ്ക്കെതിരെ സവർണജാഥ നയിച്ച മഹത് വ്യക്തിയായിരുന്നു മന്നത്ത് പത്മനാഭൻ എന്ന് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു. സമൂഹത്തിലെ ഏറ്റവും പിന്നോക്ക വിഭാഗക്കാർക്ക് വേണ്ടി, അധസ്ഥിത ജനവിഭാഗക്കാർക്ക് വേണ്ടി, ദളിതർക്ക് വേണ്ടി, അവർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരുന്നില്ല, ക്ഷേത്രത്തിന്റെ ചുറ്റുവഴികളിലൂടെ നടക്കുവാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ആ സമരത്തിന് വേണ്ടി പിന്തുണയുമായി എത്തിയത് ആരായിരുന്നു? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം ഇവിടെ നിന്ന് കാൽനടയായി സവർണജാഥ നയിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ എത്രയോ ആളുകളുടെ വലിയ പോരാട്ടത്തിന്റെ ഫലമായി. തുടർന്ന് കനക ജൂബിലി എൻഡോമെന്റുകളുടെ വിതരണം അഡ്വക്കേറ്റ് MS മോഹൻ നിർവഹിച്ചു. വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജയ ശ്രീധർ, NSS പ്രതിനിധി സഭാ മെമ്പർ അഡ്വക്കേറ്റ് P സതീഷ് ചന്ദ്രൻ നായർ, KP മുകുന്ദൻ, പ്രവീൺ R നായർ, ജയ ബാലചന്ദ്രൻ തുടങ്ങിയവർ വിവിധ എൻഡോമെന്റുകളുടെ വിതരണം നടത്തി. യോഗത്തിൽ നാഷണൽ എക്സ് സർവീസ്മെൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ കേരള ഘടകം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട കരയോഗത്തിന് മുൻ പ്രസിഡന്റ് B ചന്ദ്രശേഖർ നായരെ പ്രൊഫസർ റോണി കെ ബേബി MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിന്റെ നെറുകയിലായിരുന്നു ഇന്നലെ നാട്. അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരം ആവേശത്തോടെ നെഞ്ചിലേറ്റുകയായിരുന്നു ആരാധകർ. ുമുള്ള ആവേശം ഗ്രാമങ്ങളിലും അതേപടി നിലനിന്നു. തുല്യശക്തികളുടെ ഏറ്റുമുട്ടൽ ആവേശത്തോടെ ആരാധകർ ഏറ്റെടുത്തു. ന്യൂയോർക്ക് ഗോൾ രഹിതമാണ് ഈ 97-ാം മിനിറ്റിലും. ഗോൾ രഹിത മത്സരം. ഒരു ഡിസൈഡറിന് വേണ്ടി ഈ മത്സരം കാത്തു നിൽക്കുകയാണ്. നിർണായകമായ ഫ്രീ കിക്ക്. രണ്ടാം പകുതിയുടെ ഇഞ്ചുറി ടൈം. പുലർച്ചെ 12:30 അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനൽ മത്സരം തുടങ്ങിയത്. ലോക കിരീടം ചൂടിയ സ്പെയിൻ സമിതിയുടെ നേതൃത്വത്തിൽ ഈ വർഷം SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ക്ഷേത്ര മേൽശാന്തി സുജിത്ത് നമ്പൂതിരി കുട്ടികൾക്ക് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. അനന്തകൃഷ്ണൻ, അഭിജിത്ത്, ആദിവൈഭവ്, അഭിമന്യു, അനീഷ്, പൂജാനിധിൻ, പ്രാർത്ഥനാഹരി, യദുകൃഷ്ണൻ, സേതുലക്ഷ്മി, ആരോമൽ എന്നിവർക്കാണ് ആദരം ലഭിച്ചത്.
മീനച്ചിൽ താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം നടത്തി. NSS കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ സുജാത S ഉദ്ഘാടനം ചെയ്തു. മീനച്ചിൽ താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും ഡിഗ്രി PG കോഴ്സുകളിൽ A ഗ്രേഡും റാങ്കും നേടിയവരെയും വിവിധ വിഷയങ്ങളിൽ ഡോക്ടറേറ്റ് നേടിയവരെയും അനുമോദിച്ച് എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. സമ്മേളനം NSS കോളേജ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയും കോർപ്പറേറ്റ് മാനേജറുമായ പ്രൊഫസർ ഡോക്ടർ സുജാത S ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് യൂണിയൻ ചെയർമാൻ മനോജ് B നായർ അധ്യക്ഷത വഹിച്ചു. വനിതാ യൂണിയൻ പ്രസിഡന്റ് സിന്ധു B നായർ, യൂണിയൻ സെക്രട്ടറി KN സുരേഷ് കുമാർ, യൂണിയൻ ഇൻസ്പെക്ടർ അഖിൽ കുമാർ KA എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിതനായ അഡ്വക്കേറ്റ് KP സനൽകുമാറിനെയും പാല RDO ആയ ഷാഹിന രാമകൃഷ്ണനെയും ആദരിച്ചു. കരിയക വനിതാ സമാജം ഭാരവാഹികളും വിദ്യാർത്ഥികളും നിരവധി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുകയും പിന്നീട് തിരുത്തുകയും ചെയ്യുന്ന U-ടേൺ നയമാണ് സംസ്ഥാന സർക്കാരിനെന്ന് മുൻ മന്ത്രി VN വാസവൻ. മെഡിക്കൽ കോളേജുകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനം അപ്രായോഗികമെന്നും വാസവൻ. കൂരാപ്പടയിൽ കീടനാശിനി കഴിച്ച ഗൃഹനാഥനും മരിച്ചു. ശനിയാഴ്ച ഭാര്യയും മകളും മരിച്ചു. മകൻ അതീവ ഗുരുതരാവസ്ഥയിൽ. സാമ്പത്തിക ബാധ്യതയെന്ന് സൂചന. വിശുദ്ധിയുടെ നിറവിൽ ഭരണങ്ങാനം. വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് കൊടിയേറി. പ്രധാന തിരുനാൾ ഈ മാസം 28-ന്. കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാടിന് സമർപ്പിച്ചു. റബ്ബറിന് താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.